ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാധിക ശ്യാമയോട് സംസാരിക്കുന്നത് കേട്ട് ഐശ്വര്യയും സോനയും ആകെ വിഷമത്തിലായി. ഉടനെ തന്നെ രാധിക മടങ്ങിപ്പോകുന്നു കേട്ടതോടെ അവരുടെ പദ്ധതിയൊക്കെ പാളിയല്ലോ എന്ന നിരാശയിലായിരുന്നു ഐശ്വര്യയും സോനയും. അവർ അതിനെക്കുറിച്ച് സംസാരിക്കണം. അയ്യോ മേഡം, ഇത്ര വേഗം തന്നെ രാധിക ഇവിടെ നിന്ന് മടങ്ങിപ്പോയാൽ നമ്മളെങ്ങനെയാണ് അവളെ കൊണ്ട് സൈൻ ചെയ്യിക്കുക എന്ന് ചോദിച്ചതും രാധിക വേഗം തന്നെ കൈ കഴുകിയിട്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങി. അല്ല മോളെ, ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ഐശ്വര്യ പറഞ്ഞതും അപ്പോഴേക്കും രാധിക പറഞ്ഞു, ഞാൻ ഫിദ മേഡത്തോട് ഇപ്പം തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞു. മേഡം കാത്തിരിക്കും എന്ന് പറഞ്ഞ് രാധിക വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നു. രാധിക പോയതിന് ശേഷം പോകാൻ ഇറങ്ങുമ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു, അയ്യോ മോളെ, എനിക്ക് നമ്മുടെ കുറച്ച് പ്രോപ്പർട്ടിയുടെ കാര്യം മോളോട് പറയണമായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ കൂടിയാണ് മോളെ എന്ന് ഞാൻ വിളിപ്പിച്ചത് എന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ തന്നെ രാധിക പറഞ്ഞു, എനിക്ക് സ്വത്തുക്കളുടെ കാര്യത്തിലൊന്നും സംസാരിക്കാനില്ല അമ്മേ. എനിക്ക് സ്വത്തുക്കളോടൊന്നും യാതൊരു താല്പര്യമില്ല. അമ്മ അക്കാര്യം എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട എന്നറിയിച്ചു. അത് കേട്ടതോടെ ആകെ വിഷമത്തിലായി. ഇപ്പോഴും സ്വത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും തൽക്കാലം പറയണ്ട എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോവുകയും എനിക്കതൊന്നും അറിയാൻ താല്പര്യമില്ല എന്ന് കൂടി പറഞ്ഞതോടെ ആകെ വിഷമത്തിലായി. ഇനി എന്താ ചെയ്യുക എന്നോർത്ത് ആകെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാധികയുടെ ഈ പെരുമാറ്റം കണ്ട് പിന്നെ സ്വത്തിൻ്റെ കാര്യമൊന്നും അമ്മ എന്നോട് സംസാരിക്കേണ്ടെന്ന് കൂടി ആയതോടെ രാധികയ്ക്കും അമ്മയെപ്പോലെ തന്നെ സ്വത്തുക്കളോടൊന്നും താല്പര്യമില്ല എന്നതായിരുന്നു ഉടനെ തന്നെയുള്ള ഐശ്വര്യയുടെ കണ്ടെത്തൽ. അക്കാര്യം ഐശ്വര്യ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്തായാലും അമ്മയെപ്പോലെ തന്നെയാണ് മോളും. മോൾക്കും ഇക്കാര്യത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം. തൽക്കാലം താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളെ കൊണ്ട് ഞാൻ അതെല്ലാം സൈൻ ചെയ്യിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉടനെ തന്നെ അവളെ കൊണ്ട് ഇതൊക്കെ ഞാൻ സൈൻ ചെയ്യിച്ചിരിക്കും എന്ന് ഉറപ്പ് പറയുകയാണ് ഐശ്വര്യ. അങ്ങനെ രാധികയെ കൊണ്ട് ഈ പേപ്പേഴ്സ് എല്ലാം താൻ സൈൻ ചെയ്യിച്ചിരിക്കുമെന്നും അമ്മയെപ്പോലെ തന്നെ അതേ സ്വഭാവം തന്നെ മകൾക്കും ഉണ്ട്. അമ്മ വലിച്ചെറിഞ്ഞതാണെങ്കിലും അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് മകളും പിന്തുടരുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, സെയിം സ്വഭാവമാണെങ്കിൽ പോലും രണ്ടുപേരുടെയും സ്വഭാവം ഒരുപോലെയാണെങ്കിലും അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. മകൾക്കും സ്വത്തൊന്നും ആവശ്യമില്ല അമ്മയെപ്പോലെ തന്നെ. പക്ഷേ എന്തായാലും എനിക്ക് ആ സ്വത്തുക്കൾ വേണമല്ലോ. താമസിയാതെ തന്നെ മകളെ കൊണ്ട് ആ സ്വത്തുക്കളെല്ലാം ഞാൻ എഴുതിയെടുത്തിരിക്കും. അത് തീർച്ച. അവൾ എൻ്റെ വലയിൽ വീഴുക തന്നെ ചെയ്യുമെന്ന് ഐശ്വര്യ സോനയോട് പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം സോന, മേഡമല്ലേ ഇതെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും മേഡത്തിൻ്റെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ അവർക്കാവില്ലല്ലോ. അവർ ഉടനെ തന്നെ മേഡത്തിൻ്റെ ഈ പിടിയിൽ അകപ്പെടും, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് സോനയും പറഞ്ഞു. അതിനുശേഷം രാധിക നേരെ കണിമംഗലത്തേക്ക് എത്തുന്നു. ഈ സമയത്ത് വരുണിനെയും സൂര്യയും ഒരുമിച്ച് പരമേശ്വരൻ വിളിപ്പിച്ചിരിക്കുകയാണ്. പരമേശ്വരൻ്റെ അടുത്തേക്ക് സൂര്യ എത്തിയത് കണ്ട് വരുൺ അവിടേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല, എന്താ ഏട്ടൻ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടായിട്ടാണോ അത് അച്ഛനെ കൊണ്ട് പറയിക്കുന്നതാണോ എന്ന് ചോദിച്ചു. അത് കേട്ടതും സൂര്യ പറഞ്ഞു, നീ എന്താടാ മോനെ ഈ പറയുന്നത്? എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് നേരിട്ട് പറയാലോ. അതിന് അച്ഛനെ ഞാൻ കൂട്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് സംശയത്തോടെ ചോദിക്കുകയാണ് വരുണിനോട് സൂര്യ. അത് കേട്ടതും വരുണും സൂര്യയും തമ്മിലുള്ള ആ സംസാരം കേട്ട് ഉടനെ പരമേശ്വരൻ ചോദിച്ചു, അതെന്താ മക്കളെ, ഞാൻ അത്രയ്ക്ക് പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചതും രണ്ടുപേരും അത് ചോദ്യം കേട്ട് ചിരിക്കുന്നു. അതിനുശേഷം രണ്ടുപേരും അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് വരുണും വരുണിൻ്റെയും സൂര്യയുടെയും ഒരുമിച്ചുള്ള യാത്രയെക്കുറിച്ച് സംസാരിക്കാനാണ് തമ്മ വിളിച്ചതെന്നും സൂര്യയെ ഞാൻ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്, കൂട്ടത്തിൽ വരുണും കൂടെ പൊയ്ക്കോ, രണ്ടുപേരും കൂടെ ചെന്ന് വേണം നമ്മുടെ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നറിയിച്ചു. അത് കേട്ടതും വരുൺ പറഞ്ഞു, അല്ലച്ചാ, ഞാൻ പോണോ? ഏട്ടൻ പോയാൽ പോരെ എന്ന് ചോദിച്ചതും ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോഴാരോ നോക്കുക എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം മോനെ, അതോർത്ത് നീ ടെൻഷൻ ആവണ്ട. പിന്നെ സൂര്യയോടൊപ്പം പോകാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചതും സൂര്യ ചോദിച്ചു, എന്താ മോനെ, നിനക്ക് എൻ്റെ കൂടെ വരാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ കൂടി വരികയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ചില പുതിയ ബിസിനസ്സിനെ കുറിച്ച് ചില പദ്ധതികളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നിച്ച് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, അത് നല്ല ചിന്തയാണ്. ഉടനെ തന്നെ വരുൺ അപ്പോഴേക്കും ആലോചിച്ചത്, ഞാൻ പോയി കഴിഞ്ഞാൽ രാധിക അയാളെ എന്നിൽ നിന്ന് എല്ലാവരും അകറ്റാൻ ശ്രമിക്കുമല്ലോ എന്നതായിരുന്നു. വരുൺ ഒരു ഉറച്ച തീരുമാനം പറയാതെ വേഗം മുത്തശ്ശിയുടെ അരികിലേക്ക് എത്തി സങ്കടപ്പെട്ടു. വരുൺ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അയാളെ ഉടനെ തന്നെ എന്നിൽ നിന്ന് അകറ്റും എല്ലാവരും ചേർന്ന്. എല്ലാവരും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം
എനിക്ക് ഇവിടെ നിന്ന് പോകാൻ താല്പര്യമില്ല മുത്തശ്ശി. ഈ ഒരു യാത്രയിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കി തരാവോ?" എന്ന് മുത്തശ്ശിയോട് വരുൺ ചോദിക്കുന്നു. ഈ സമയത്ത് വരുണിന്റെയും മുത്തശ്ശിയുടെയും സംസാരം പുറത്ത് നിന്ന് കാതോർത്ത് കേൾക്കുകയായിരുന്നു പ്രിയങ്ക. ഉടനെ മുത്തശ്ശി പറഞ്ഞു, "എടാ മോനെ, അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ രാധികയുടെ മനസ്സിൽ നിന്ന് നിന്നെ അങ്ങനെ പറിച്ചറിയാനൊന്നും ആർക്കും കഴിയില്ല. അതിന് ആരൊക്കെ ശ്രമിച്ചാലും ശരി. അതോർത്ത് നീ വിഷമിക്കണ്ട. പിന്നെ നിനക്കിവിടെ നിന്ന് പോകണ്ടാന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ മറച്ചു വെക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. ഞാൻ പരമേശ്വരനോട് ഇക്കാര്യം പറയാം. അപ്പോൾ പിന്നെ ഇനിയും ഈ ഒരു കാര്യം മറച്ചു വെക്കുന്നത് ശരിയല്ലല്ലോ. ഒരു തെറ്റ് അധികനാൾ മൂടി വെക്കുന്നത് അത് അതിനേക്കാളും വലിയ തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം എത്രയും വേഗം ഞാൻ പരമേശ്വരനോട് അറിയിക്കാം. പരമേശ്വരൻ അതെല്ലാം ഒന്ന് മനസ്സിലാക്കട്ടെ. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ. പരമേശ്വരൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉടനെ ഉണ്ടാകും" എന്ന് മുത്തശ്ശി പറഞ്ഞു. "അതുകൊണ്ട് നാളെ തന്നെ, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ പരമേശ്വരനോട് ഇക്കാര്യം പറയാമെന്ന്" മുത്തശ്ശി വരുണിന് വാക്ക് നൽകി. അങ്ങനെ മുത്തശ്ശി വരുണിന് വാക്ക് നൽകുമ്പോൾ പ്രിയങ്ക മനസ്സിലുറപ്പിച്ചു, അങ്ങനെ ഒരു പോകാനൊരു താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുണിന് ഇവിടുന്ന് പോകുന്നതിൽ മുത്തശ്ശി ഇക്കാര്യമൊക്കെ അച്ഛനോട് പറയുവാണെങ്കിൽ അതിനു മുൻപ് ഞാനത് തടഞ്ഞിരിക്കും. അതിനെന്താ വഴിയെന്ന് എനിക്കറിയാം എന്ന് പ്രിയങ്ക മനസ്സിലുറപ്പിച്ചു. അപ്പോഴാണ് രാധിക റൂമിലേക്കെത്തി ആകെ വിഷമത്തോടെ നിന്നത്. ഇപ്പോൾ വരുൺ എൻ്റെ അരികിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാകുമല്ലോ എന്നതായിരുന്നു രാധികയുടെ ആലോചന. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് വരുൺ പോയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ തനിച്ചാവില്ലേ? എനിക്ക് വരുണിനെ എങ്ങനെ ഒന്ന് കാണാൻ പറ്റുക? അല്ല, ഞാനെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ദൂരേക്കൊന്നും അല്ലല്ലോ വരുൺ പോകുന്നത്. വരുൺ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് തന്നെയല്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രാധിക അങ്ങനെ നിൽക്കുമ്പോഴാണ് വരുൺ മുന്നിൽ വന്ന് നിൽക്കുന്നത്. വരുണും രാധികയെ തന്നെ നോക്കിയിട്ട് പറഞ്ഞു, "എൻ്റെയും ആശങ്ക അതുതന്നെയാണ്. തന്നെ ഇനി ഞാൻ എങ്ങനെ കാണുമെന്ന്." അത് കേട്ടതും രാധിക പറഞ്ഞു, "അതിന് എനിക്ക് സങ്കടമുണ്ടെന്ന് ആരാ പറഞ്ഞേ? ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആരാ പറഞ്ഞത്?" എന്ന് പറഞ്ഞതും വരുൺ ആകെ ദേഷ്യപ്പെട്ടു. "ദേ പെണ്ണെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മറ്റു പലതും താൻ ആലോചിക്കുന്നുണ്ടെന്നൊക്കെ താൻ പറയും. മറ്റ് പലതും ആലോചിക്കാൻ തനിക്ക് ഉണ്ട് താനും. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് സത്യം. താനിപ്പോൾ ചിന്തിച്ചത് എന്നെ ഇങ്ങനെ കാണുമെന്നതിനെക്കുറിച്ചാണ്. അതിന് താൻ വിഷമിക്കേണ്ട. നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം" എന്ന് പറഞ്ഞ് വരുൺ രാധികയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് രാധികയെ ചേർത്ത് പിടിച്ചിട്ട് വരുൺ രാധികയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, "ഇതേ ഞാൻ പോയിട്ട് വരുന്നത് വരെ ഇതൊരു മുദ്രയായിട്ട് അവിടെ അങ്ങ് കിടന്നോട്ടെ, എൻ്റെ ഓർമ്മയ്ക്ക്" എന്ന് പറയുമ്പോൾ വരുൺ തനിക്ക് ഒരു ഉമ്മ തന്നതിൻ്റെ അത് അതിശയത്തിൽ അങ്ങ് നിൽക്കുകയായിരുന്നു രാധിക. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ നിൽക്കുന്ന രാധിക അതിശയത്തോടെ വരുണിനെ തന്നെ നോക്കി. വരുൺ പോകാൻ തുടങ്ങുമ്പോഴേക്കും വരുണിൻ്റെ ആ കൈകൾ തൻ്റെ മുഖത്ത് തലോടിയ വരുണിൻ്റെ കൈകളിൽ രാധിക ബലമായി പിടിച്ചു. ഉടനെ വരുൺ പറഞ്ഞു, "എടോ, താൻ വിഷമിക്കേണ്ട. നമ്മുടെ ഈ അകൽച്ച ഇത് എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ചില നീക്കങ്ങൾ നടത്തുന്നത്. താൻ സമാധാനത്തോടെ ഇരിക്കട്ടോ" എന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം മുത്തശ്ശിയുടെ അരികിലേക്ക് എത്തിയ വരുൺ പറഞ്ഞു, "മുത്തശ്ശി, എനിക്ക് പോകാൻ പറ്റില്ല." അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, "എടാ മോനെ, ഈ സ്നേഹം എന്ന് പറഞ്ഞാലേ, പ്രണയം എന്നൊക്കെ പറഞ്ഞാലേ കുറച്ച് നാൾ അകന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ തീവ്രതയും ആ സ്നേഹത്തിൻ്റെ ആഴം എന്താന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്തിരി ഒന്ന് അകന്നിരിക്കുന്നതൊക്കെ നല്ലതാടാ" എന്ന് പറയുമ്പോൾ വരുൺ പറഞ്ഞു, "അതൊക്കെ പറയാൻ നല്ല രസമാ. പക്ഷേ അത് അനുഭവിക്കുന്നവനെ അതിൻ്റെ വേദന അറിയൂ" എന്ന് വരുൺ മുത്തശ്ശിയോട് പറയുന്നു. മുത്തശ്ശി അതെല്ലാം കേട്ടതിന് ശേഷം വരുണിനെ നോക്കി ചിരിച്ചു. "എന്തായാലും ഒന്ന് ഞാൻ പരമേശ്വരനോട് സംസാരിക്കട്ടെടാ" എന്ന് പറഞ്ഞ് മുത്തശ്ശി വേഗം ഹാളിലേക്ക് എത്തി. ഈ സമയത്ത് മുത്തശ്ശി ഹാളിലേക്ക് വന്നതും പരമേശ്വരൻ അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, "പരമേശ്വരാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്." അത് കേട്ടതും വരുണും രാധികയും മുത്തശ്ശിയുടെ സംസാരം എന്താണെന്ന് അറിയാനായി അപ്പുറത്ത് കാതോർത്ത് നിന്നു. ഉടനെ മുത്തശ്ശി പറഞ്ഞു, "അതെ, വേറൊന്നുമല്ല, നമ്മുടെ ഈ കുടുംബത്തെക്കുറിച്ച് തന്നെയാണ്, കുടുംബത്തെ ചില കാര്യങ്ങളെക്കുറിച്ചാണ്" എന്ന് പറഞ്ഞതും ഉടനെ പ്രിയങ്ക ഇതെല്ലാം കാതോർത്തിരിക്കുകയായിരുന്നു. ചായയുമായിട്ട് വരുന്നത് പോലെ പ്രിയങ്ക അവിടേക്ക് എത്തുകയും മുത്തശ്ശി പറയാൻ തുടങ്ങിയപ്പോഴേക്കും പ്രിയങ്ക പെട്ടെന്ന് മുന്നിലേക്ക് വന്ന് ബോധം കെട്ട് വീഴുന്നത് പോലെ കാണിച്ചു. ഇത് കണ്ടതോടെ മുത്തശ്ശിക്കാകെ ടെൻഷനായി. "പ്രിയങ്ക" എന്ന് പറഞ്ഞ് മുത്തശ്ശി ആദ്യ പിടിക്കുകയും പരമേശ്വരനും ടെൻഷനോടെ "മോളെ, മോളെ പ്രിയങ്ക" എന്ന് വിളിച്ചു. അപ്പോഴേക്കും ഇത് കണ്ടു നിന്ന രാധികയും വരുണും അവിടേക്ക് ഓടിയെത്തി. രാധിക "മോളെ പ്രിയങ്ക" എന്ന് പറഞ്ഞ് പ്രിയങ്കയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വരുണും അപ്പോഴേക്കും അവിടേക്ക് വന്ന് പ്രിയങ്കയെ വിളിച്ചുണർത്താനായി ശ്രമിക്കുന്നു. "പ്രിയങ്ക, പ്രിയങ്ക" എന്ന് പറഞ്ഞ് വരുൺ വിളിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്താണ് പ്രിയങ്കയുടെ മുഖത്തേക്ക് കുറച്ച് വെള്ളം തെളിച്ചതും പ്രിയങ്കയ്ക്ക് ബോധം തെളിഞ്ഞു. ഉടനെ തന്നെ രാധികയും വരുണും ചേർന്ന് പ്രിയങ്കയെ വേഗം ആ സെറ്റിയിലേക്ക് ഇരുത്തി. കണ്ണു തുറന്ന പ്രിയങ്ക
വേഗം വരുൺ അവിടെ നിൽക്കുന്നത് കണ്ട് വരുണിനെ വിളിച്ചു. വരുൺ വരുൺ എന്ന് വിളിച്ചതും വരുൺ വേഗം പ്രിയങ്ക തൻ്റെ അരികിലേക്ക് വന്നിരിക്കാനായി കാണിക്കുന്നത് പോലെ വരുണിന് തോന്നി. ഉടനെ അച്ഛന് സംശയം തോന്നണ്ട, വിഷമിക്കണ്ട എന്ന് വിചാരിച്ച് വരുൺ പ്രിയങ്കയുടെ അരികിൽ ചെന്നിരുന്നു. അപ്പോഴേക്കും വരുണിനെ പിടിച്ചുകൊണ്ട് പ്രിയങ്ക പറഞ്ഞു, അച്ഛൻ വരുണിനെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പറഞ്ഞയക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇന്നലെ രാത്രിയിൽ. അതുകൊണ്ടാ എനിക്ക് തലചുറ്റലുണ്ടായത് എന്ന് പ്രിയങ്ക ആ കളവ് പറയുന്നു. അത് കേട്ടതോടെ മുത്തശ്ശിക്കും വരുണിനും കാര്യം മനസ്സിലായി. മുത്തശ്ശി അതിശയത്തോടെ വരുണിനെ നോക്കുന്നു. ഭയങ്കരമായി തകർത്തഭിനയിക്കുന്ന പ്രിയങ്കയുടെ ആ അഭിനയം കണ്ട് രാധികയും അതിശയപ്പെട്ടു നിന്നു. ഉടനെ വരുണിനോട് പരമേശ്വരൻ പറഞ്ഞു, എടാ മോനെ, ഇത്രത്തോളം നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ അത് നിന്റെ ഭാഗ്യാണടാ. എന്തായാലും നീ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോഴുള്ള മോളുടെ ഈ ആശങ്ക കണ്ടല്ലോ. അതുകൊണ്ട് നീ ഈ സ്നേഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടത് 10 മടങ്ങായിട്ടാണ്. പിന്നെ വിവാഹം കഴിഞ്ഞ നാളുകളിൽ ഞാനും ഇതുപോലെ വീട് വിട്ട് മാറി നിൽക്കാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. എന്തായാലും വീട്ടിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന നീ ഇപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അത് തന്നെ വലിയൊരു മാറ്റമാണ് എന്ന് സൂര്യയും പറഞ്ഞു. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വരുണിനും സൂര്യയ്ക്കുമൊപ്പം പരമേശ്വരൻ കൂടി പോകുന്നതാണ് നല്ലതെന്ന് പ്രിയങ്ക ചിന്തിച്ചു. ഇനി അച്ഛൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുത്തശ്ശി എങ്ങനെയെങ്കിലും ഇക്കാര്യം അച്ഛൻ്റെ കാതുകളിലെത്തിക്കും. അതിനു മുൻപ് തന്നെ അച്ഛനെ ഇവിടെ നിന്ന് മാറ്റണം. ഉടനെ പ്രിയങ്ക പറഞ്ഞു, അതെ അച്ഛാ, അച്ഛന് സമ്മതമാണെങ്കിൽ അച്ഛൻ വേറൊന്നും തോന്നരുത്. വരുണും ഏട്ടനും പോകുന്ന കൂടെ അച്ഛനും കൂടി അവർക്കൊപ്പം പോവോ, എൻ്റെ ഒരു സമാധാനത്തിന് എന്ന് പറഞ്ഞതും പരമേശ്വരൻ നോക്കി, അല്ല മോളെ, ഞാനെന്തിനാ പോകുന്നത് എന്ന് ചോദിച്ചതും ഉടനെ പ്രിയങ്ക പറഞ്ഞു, അച്ഛന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, എനിക്ക് വരുണും ഏട്ടനും കൂടി അങ്ങോട്ട് പോകുന്നു എന്നറിഞ്ഞപ്പോൾ മനസ്സിനൊരാശങ്ക, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞു. ഉടനെ പരമേശ്വരൻ പറഞ്ഞു, ഇനിയും മോളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഇനി അതിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ലെന്ന് വേണ്ട. എന്നാൽ ശരി, ഞാൻ ഇവർക്കൊപ്പം പോകാം എന്ന് പറഞ്ഞ് പരമേശ്വരൻ ആ തീരുമാനം അറിയിച്ചു. അത് കേട്ടതോടെ പ്രിയങ്കയ്ക്ക് സന്തോഷമായി. അങ്ങനെ താൻ ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോകുന്നുവെന്ന സന്തോഷത്തിൽ പ്രിയങ്ക അങ്ങനെ നിന്നു. എന്തായാലും ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നടക്കൂ. എന്നെ വെട്ടിച്ച് എന്നെ പറ്റിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ ഒന്നാകാമെന്ന് ശ്രമിച്ചാൽ അതിനൊരിക്കലും ഈ പ്രിയങ്ക സമ്മതിക്കില്ല. അതാരും പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് മനസ്സിലങ്ങനെ പ്രിയങ്ക വെല്ലുവിളിച്ചുകൊണ്ട് വരുണിനെ രാധികയും നോക്കുന്നു. ഇതൊന്നും അറിയാതെ വരുണും രാധികയും ആകെ സങ്കടത്തോടെ, എന്തായാലും ഈ യാത്ര അത് അനിവാര്യമാണെന്നും പോകാതിരിക്കാനാവില്ല എന്നതുകൊണ്ട് വിഷമത്തോടെ വരുൺ അങ്ങനെ നോക്കിയിരുന്നു. ഈ സമയത്ത് സൂര്യക്ക് പോകാനായിട്ട് ബാഗ് പാക്ക് ചെയ്യുകയായിരുന്നു റൂമിൽ നിന്ന് കൽപ്പന. അപ്പോഴേക്കും കൽപ്പനയുടെ അരികിലേക്ക് സൂര്യ എത്തി. ഉടനെ സൂര്യയോട് കൽപ്പന ചോദിച്ചു, അതെ, ഇങ്ങനൊരു യാത്ര പുറപ്പെടുമ്പോൾ എന്നെ കൂടി ക്ഷണിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നോടൊന്ന് ചോദിച്ചു പോലും ഇല്ലല്ലോ വരുന്നോ എന്ന്, എന്നോട് വരാൻ കൂടി പറഞ്ഞുമില്ലല്ലോ എന്ന് ചോദിച്ചു. ഇത് കേട്ടതും ഉടനെ സൂര്യ ചോദിച്ചു, അല്ല, തനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോടോ? താൻ എന്നിട്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. തനിക്ക് വരണം എന്നുള്ളൊരാഗ്രഹം താൻ പ്രകടിപ്പിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ഉടനെ വരുണിനോട് കൽപ്പന പറഞ്ഞു, അതെന്നോട് ചോദിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാതിരുന്നത്. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരുമായിരുന്നല്ലോ എന്ന്. എനിക്ക് എസ്റ്റേറ്റ് ബംഗ്ലാവിൽ മുമ്പ് നമ്മളൊരു വട്ടം പോയതല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ സ്ഥലം. പിന്നെ അന്ന് വന്നപ്പോൾ ഞാൻ സൂര്യ ഒത്തിരി വേദനിപ്പിച്ചു എന്ന് പറഞ്ഞതും സൂര്യ പറഞ്ഞു, വേണ്ട, ഇനി അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു. ഇനി അതിനെ ചൊല്ലി ഒരു ക്ഷമ പറച്ചിലിനും സങ്കടപ്പെടലിനും ഒക്കെയാണ് താൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനെനിക്ക് താല്പര്യമില്ല. പിന്നെ താൻ വരുന്നുണ്ടെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ താനും കൂടി റെഡി ആയിക്കോ, നമുക്ക് പോകാം. അത് കേട്ടതും കൽപ്പന പറഞ്ഞു, അതിന് അച്ഛനും വരുണോടും ഒന്നും പറഞ്ഞില്ലല്ലോ, അവര് സമ്മതിക്കണ്ടേ എന്ന് ചോദിച്ചതും സൂര്യ പറഞ്ഞു, എടോ, ഞാൻ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോകുമ്പോൾ താനും എൻ്റെ കൂടെ വരുന്നു എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിൽ യാതൊരു പ്രശ്നവുമില്ല, താൻ റെഡി ആയിക്കോടോ എന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി താങ്ക്സ്. ഇങ്ങനെയൊരു ഈ യാത്ര എനിക്ക് ഇങ്ങനെയൊരു സന്തോഷം നിറഞ്ഞ ഒരു യാത്രയാക്കി തന്നതിന് അതിന് ഒത്തിരി സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും ഇപ്പം വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് സൂര്യ പോകുന്നു. അപ്പോഴേക്കും കൽപ്പന പറഞ്ഞു, ഈ വീട്ടിൽ ആദ്യം ജനിക്കാൻ പോകുന്ന രാജകുമാരൻ അത് എൻ്റെ കുഞ്ഞായിരിക്കണം. ഈ കണിമംഗലത്തിൻ്റെ അടുത്ത അനന്തരാവകാശി, അടുത്ത രാജകുമാരൻ എന്ന് പറയുമ്പോൾ അത് ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് ചോദിച്ച് ഗൗതം അവിടേക്ക് എത്തുന്നു.